പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏകദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പരിശുദ്ധ കുർബാന ദശേന്ദ്രിയങ്ങളുടെ വിശുദ്ധീകരണത്തിന് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു തൻ്റെ പരിശുശ്രൂഷ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി തൻ്റെ ശിഷ്യന്മാരൊരുമിച്ച് കൂട്ടി വിശുദ്ധ കുർബാന എന്ന ആരാധനയെ സ്ഥാപിച്ചു. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ശിഷ്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ദൈവ-മനുഷ്യ ബന്ധത്തിന് വിശുദ്ധ കുർബാന എന്ന ആരാധനയിലൂടെ ഒരു പുതിയ ഉടമ്പടിയെ ദൈവം യേശു ക്രിസ്തുവിലൂടെ സ്ഥാപിച്ചു എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ നിയമങ്ങൾ കൊടുത്തുകൊണ്ട്, അതുപോലെ യെരുശലേം ദേവാലയത്തിലെ ആരാധനയെ ക്രമീകരിച്ചുകൊണ്ട്, സമാഗമന കൂടാരത്തിൽ ദൈവം വസിച്ചുകൊണ്ട്, ഇങ്ങനെ പല പ്രകാരത്തിൽ ദൈവ-മനുഷ്യ ബന്ധത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി പഴയ നിയമസഭയിൽ ദൈവജനത്തോട് ഇടപെടുന്നുണ്ട്. എന്നാൽ ഏറ്റവും ഒടുവിലായി തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് ഒരു പുതിയ ഉടമ്പടിയെ അവിടുന്ന് സ്ഥാപിച്ചു. അത് വിശുദ്ധ കുർബാനയിലൂടെയാണ് ആ ഉടമ്പടിയെ സ്ഥാപിച്ചത്. തൻ്റെ തിരുശരീര രക്തങ്ങളാൽ അതിനെ മനോഹരമാക്കി, അതിനെ മുദ്രയിട്ടു. അങ്ങനെ ഈ വിശുദ്ധ കുർബാന പല പ്രകാരത്തിൽ നമ്മളെ വിശുദ്ധീകരിക്കുന്നു. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠം എന്നാണ് ത്രോണോസിനെ സംബന്ധിച്ച്, ബലിയർപ്പിക്കുന്ന ത്രോണോസിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത്. എന്നാൽ പ്രധാനമായും ദശേന്ദ്രിയങ്ങളുടെ വിശുദ്ധീകരണത്തിന് പരിശുദ്ധ കുർബാന എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഈ കൊച്ചു പ്രഭാഷണത്തിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് ഒരുങ്ങുന്നത്. നമുക്കറിയാം, പുറമേക്കുള്ള 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനുഷ്യ ശരീരത്തെ ദൈവം അലങ്കരിച്ചിരിക്കുന്നു. ഉയർപ്പ് ഞായറാഴ്ചയുടെ ശേഷം വരുന്ന വ്യാഴാഴ്ചയുടെ പ്രമ്യൂൻസിതരായിലെ പിതാക്കന്മാർ ദശേന്ദ്രിയങ്ങളെക്കുറിച്ച് വളരെ മനോഹരമായി വർണ്ണിക്കുന്നുണ്ട്. അവിടെ പിതാക്കന്മാരെ പറയാണ്, 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട്, പുറമേക്കുള്ള 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനുഷ്യ ശരീരത്തെ ദൈവം അതിമനോഹരമായി അലങ്കരിച്ചിരിക്കുന്നുവെന്ന്. ആ ഇന്ദ്രിയങ്ങളെ നമുക്കറിയാം. ത്വക്കിലൂടെ സ്പർശന ഇന്ദ്രിയം പ്രവർത്തിക്കുന്നു, കണ്ണിലൂടെ കാഴ്ചയുടെ ഇന്ദ്രിയം പ്രവർത്തിക്കുന്നു, ചെവിയിലൂടെ കേൾവിയുടെ ഇന്ദ്രിയം പ്രവർത്തിക്കുന്നു, നാവിലൂടെ രുചിയുടെ ഇന്ദ്രിയം പ്രവർത്തിക്കുന്നു, അതുപോലെ നാസാരന്ധ്രങ്ങളിലൂടെ നമുക്ക് മണത്തറിയുവാനുള്ള കഴിവും ദൈവം നൽകിയിരിക്കുകയാണ്. ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യ ശരീരം പുറമേക്ക് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. ഇവയുടെ വിശുദ്ധീകരണത്തിനും അകമേയുള്ള ആത്മാവിൻ്റെ 5 ഇന്ദ്രിയങ്ങളെക്കുറിച്ചും പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഇന്ദ്രിയങ്ങളിൽ ഒന്നാമത്തേതാണ് ചിന്താശക്തി, പിന്നീട് ഓർമ്മശക്തി, ഭാവനാശക്തി, ഇച്ഛാശക്തി. ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങൾ നമുക്ക് അകമേയുണ്ട്. ആത്മാവിൻ്റെ ഇന്ദ്രിയങ്ങൾ, ബുദ്ധിശക്തിയും നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങൾ ആത്മാവിൻ്റെ ഇന്ദ്രിയങ്ങളായിട്ടാണ് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാന എന്ന ആരാധനയിലൂടെ ഈ ദശേന്ദ്രിയങ്ങളെ, പുറമേയുള്ള 5 ഇന്ദ്രിയങ്ങളെയും അകമേയുള്ള 5 ഇന്ദ്രിയങ്ങളെയും വിശുദ്ധീകരിക്കുവാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് പദ്ധതിയിട്ടിരിക്കുന്നു. അങ്ങനെ വിശുദ്ധീകരിക്കുന്നതിലൂടെ മാത്രമേ ദൈവ-മനുഷ്യ ബന്ധത്തെ പുനഃസ്ഥാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, ഉടമ്പടിയെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഉടമ്പടിയെ പൂർത്തീകരിച്ചാൽ മാത്രമേ നമുക്ക് ദൈവബന്ധത്തിൽ ആയിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, വിശുദ്ധ കുർബാന എന്ന ആരാധനയിൽ നമ്മുടെ നാസാരന്ധ്രങ്ങളെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് സുഗന്ധധൂപം ഉപയോഗിക്കുന്നത്. അതുപോലെ ആത്മാക്കളുടെ ആകർഷണത്തിന് വേണ്ടിയും ഈ സുഗന്ധധൂപത്തെ വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് പറയാനായിട്ട് സാധിക്കും, നാവിലൂടെ കർത്താവിൻ്റെ തിരുശരീരക്തങ്ങൾ സ്പർശിക്കുന്നത് വഴിയായി ആ രുചിയുടെ ഇന്ദ്രിയത്തെയും വിശുദ്ധ കുർബാനയിലൂടെ വിശുദ്ധീകരിക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും, കേൾവിയുടെ വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകളും ആരാധനകളും ഗാനങ്ങളും നമ്മൾ കേൾക്കുന്നതിലൂടെ കേൾവിയുടെ ഇന്ദ്രിയത്തെയും വിശുദ്ധീകരിക്കുന്നുണ്ട്. അതുപോലെ കാഴ്ചയുടെ ഇന്ദ്രിയത്തെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് മനോഹരമായി മദ്ബഹ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായി പുരോഹിതൻ ബലിയർപ്പിക്കുന്ന ആ കാഴ്ചയുടെ ഇന്ദ്രിയത്തെ, കണ്ണിനെ വിശുദ്ധീകരിക്കാനായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. ഇങ്ങനെ പുറമേക്കുള്ള 5 ഇന്ദ്രിയങ്ങൾ, സ്പർശനേന്ദ്രിയത്തെ ആ സ്പർശനത്തിലൂടെ, കർത്താവിൻ്റെ തിരുശരീരക്തങ്ങളെ നാവ് സ്പർശിക്കുന്നതിലൂടെയും വിശുദ്ധ വസ്തുക്കളെ മുത്തുന്നതിലൂടെയും പുരോഹിതൻ്റെ കൈമുത്തുന്നതിലൂടെയും എല്ലാം സ്പർശനേന്ദ്രിയത്തെയും നമ്മൾ വിശുദ്ധീകരിക്കാനായിട്ട് ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള 5 ഇന്ദ്രിയങ്ങൾ, പുറമേക്കുള്ള ഇന്ദ്രിയങ്ങളുടെ വിശുദ്ധീകരണം കൊണ്ട് മാത്രം വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ വ്യക്തിത്വം വിശുദ്ധീകരിക്കപ്പെടുന്നില്ല, ദൈവവുമായിട്ടുള്ള ഉടമ്പടി പൂർത്തിയാകുന്നില്ല.
ഇത് ഈ 5 ഇന്ദ്രിയങ്ങൾ, പുറമേക്കുള്ള ഇന്ദ്രിയങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നതോടെ തന്നെ നമ്മുടെ അകമേയുള്ള ഇന്ദ്രിയങ്ങളെയും വിശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതിലെ ഓരോന്നായിട്ട് നമുക്ക് ചിന്തിക്കാം. ഓർമ്മശക്തിയാണ് ഒരു ഇന്ദ്രിയമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ആത്മാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ദ്രിയമാണ് ഓർമ്മശക്തി എന്ന് പറയുന്നത്. നാം ജനിക്കുമ്പോൾ മുതൽ, ഒരുപക്ഷേ ജനനത്തിന് മുമ്പ് മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതലുള്ള നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിലനിൽക്കുന്നുണ്ട്. അത് ബോധമനസ്സിലും അബോധമനസ്സിലും ഈ ഓർമ്മകൾ നിലനിൽക്കുകയാണ്. കൈപ്പേറിയ ഓർമ്മകൾ ഒരു മനുഷ്യൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനമായൊരു പങ്ക് വഹിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവിൻ്റെ രക്ഷിതാവുമായ കർത്താവ് പറഞ്ഞു, ഇതാ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇപ്രകാരം ചെയ്യുവിനെന്ന്. വിശുദ്ധ കുർബാന നമ്മുടെ ഓർമ്മയെ വിശുദ്ധീകരിക്കുവാനായി ദൈവം ക്രമീകരിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് ഈ ഓർമ്മയെ വിശുദ്ധീകരിക്കാനായിട്ട് സാധിക്കുന്നത്? ഒന്നാമതായി വിശുദ്ധ കുർബാനയിൽ തിരുവചനങ്ങൾ വായിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത്. പഴയ നിയമത്തിൽ നിന്നുള്ള വായനയുണ്ട്, ശ്ലീഹാ നടപടികളിൽ നിന്നുള്ള വായനയുണ്ട്, പൊതുവിലുള്ള ലേഖനങ്ങളിൽ നിന്നുള്ള വായനയുണ്ട്, വിശുദ്ധ ഏവെങ്കിലും വായിക്കുന്നുണ്ട്. അങ്ങനെ തിരുവചനത്തെ ഖണ്ഡിച്ചുകൊണ്ട് ഇതാ ദൈവം നമ്മുടെ അകമേയുള്ള ഇന്ദ്രിയങ്ങളിലേക്ക് ഇടപെടുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനം അത് നമ്മളെ വിശുദ്ധീകരിക്കുന്നതാണ്. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ നമ്മെ വിശുദ്ധീകരിക്കുന്നതാണ്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം ഇപ്പോൾ നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നുവെന്ന് ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് സാധിക്കുന്നു. വചനം കേൾക്കുന്നത് വഴിയായി കേൾവിയുടെ ഇന്ദ്രിയത്തെ വിശുദ്ധീകരിക്കുന്നുണ്ട്, ഓർമ്മശക്തിയെ വിശുദ്ധീകരിക്കുന്നുണ്ട്. അതുപോലെ അകമയുള്ള എല്ലാ ഇന്ദ്രിയങ്ങളെയും ശക്തിപ്പെടുത്തുവാനായിട്ട് ദൈവത്തിൻ്റെ വചനം വിശുദ്ധ കുർബാനയിൽ വായിക്കപ്പെടുകയാണ്. പ്രധാനമായും വചന കേൾവിയിലൂടെയും കുർബാനയുടെ അനുഭവത്തിലൂടെയും നമ്മുടെ ജീവിതത്തിലെ പഴയ ഓർമ്മകളെ, അതുണ്ടാക്കുന്ന കൈപ്പേറിയ വിഷത്തെ നമ്മൾ നിഹരിക്കുവാനായിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് കഴിയും. നമുക്കറിയാം, നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു ശരീരമാസകലം മുറിവേറ്റവനാണ്. എന്തിനു വേണ്ടിയാണ് കർത്താവ് മുറിവേറ്റത്? നമ്മുടെ ജീവിതത്തിലും മനസ്സിലും ശരീരത്തിലും ഉണ്ടാകുന്ന എല്ലാ മുറിവുകളും യേശുവിൻ്റെ മുറിവിനോട് ചേർത്ത് വയ്ക്കുവാനായിട്ടാണ് അങ്ങനെ കർത്താവ് മുറിവേറ്റത്. അപ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്ന എല്ലാ ഓർമ്മകളും വിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായിട്ടുള്ള ഒരുക്കത്തിൽ പ്രധാനമായിട്ടും നമ്മുടെ ഓർമ്മകളെ വിശുദ്ധീകരിക്കാനായിട്ടാണ് പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. കൈപ്പേറിയ ഓർമ്മകളുമായിട്ട് നമുക്ക് വിശുദ്ധ കുർബാനയെ സമീപിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ സമീപിച്ചാൽ അത് വിശുദ്ധീകരണത്തിന് കാരണമായി തീരുകയില്ല. തിരുവചനങ്ങൾ വായിക്കപ്പെടുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. അതുപോലെ കൂദാശകൾ അനുഷ്ഠിക്കപ്പെടുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. എന്നാൽ അതിന് ഒരുക്കമായിട്ട് നമ്മളുടെ ഓർമ്മകളെ വിശുദ്ധീകരിച്ചുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാന എന്ന ആരാധനയെ സമീപിക്കേണ്ടത്. കഴിഞ്ഞകാല ഓർമ്മകളിലേക്ക് ഇതാ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഓർമ്മകൾ ചേർത്ത് വയ്ക്കുമ്പോൾ അത് വിശുദ്ധിയുള്ളതായി തീരുകയും അതിൻ്റെ കൈപ്പേറിയ ഓർമ്മകൾ, ആ കൈപ്പേറിയ അനുഭവം തമ്മിൽ നീങ്ങിപ്പോവുകയും അതിന് രക്ഷാകരമായ മൂല്യമുണ്ടാകുകയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തമ്മിൽ ഉണ്ടാകുവാനായിട്ട് ഇത് കാരണമായി തീരുകയും ചെയ്യും. അങ്ങനെ ഓർമ്മശക്തി വിശുദ്ധീകരിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ ബലിയിൽ സമീപിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത് നമുക്ക് കാണാൻ കഴിയും, ആത്മാവിൻ്റെ മറ്റൊരു ഇന്ദ്രിയമാണ് ചിന്താശക്തി. ചിന്തകളിലൂടെയും ഇതാ നമ്മുടെ ഓർമ്മകൾ, നമ്മുടെ ചിന്തകൾ, അശുദ്ധമായ ചിന്തകൾ നമ്മുടെ മനസ്സിലും ആത്മാവിലും കടന്നു വരുമ്പോൾ ഇതാ ദൈവബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ദൈവം വിശുദ്ധനാണ്. അതുകൊണ്ട് വിശുദ്ധിയോടുകൂടി നമുക്ക് ദൈവത്തെ സമീപിക്കാനായിട്ട് കഴിയണമെങ്കിൽ നമ്മുടെ ചിന്തകളെ വിശുദ്ധീകരിക്കണം. അതിനുവേണ്ടിയും വിശുദ്ധ കുർബാനയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, തിരുവചനങ്ങൾ വായിക്കപ്പെടുന്നു, കർത്താവിൻ്റെ തിരുശരീരങ്ങൾ ഖണ്ഡിക്കപ്പെടുന്നു. അതുപോലെ വിശുദ്ധ കുർബാനയിൽ ധാരാളം പ്രാർത്ഥനകൾ ഉൾച്ചേർന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ പ്രാർത്ഥനകളും കൂദാശവചനങ്ങളും നമ്മുടെ ചിന്തകളെ ദൈവത്തിൻ്റെ മഹോന്നതങ്ങളിലേക്ക് ഉയർത്തുന്നുണ്ട്. വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ തന്നെ ഇതാ പുരോഹിതൻ പറയുന്നുണ്ട്, ഇതാ നമ്മുടെ ചിന്തകളും ഹൃദയങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്, മഹോന്നതങ്ങളിൽ ദൈവം വസിക്കുന്ന സ്വർഗീയ ഇടങ്ങളിലേക്ക് ഉയർത്തുവിൻ എന്ന് പുരോഹിതൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിന്തകളെ വിശുദ്ധീകരിക്കാനായിട്ട് ഇതാ വിശുദ്ധ കുർബാനയെ പിതാക്കന്മാരെ ക്രമീകരിച്ചിരിക്കുകയാണ്. വിശുദ്ധ കുർബാന എന്ന ആരാധനയിലൂടെ നമ്മുടെ ചിന്തകളെ വിശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. വീണ്ടും നമുക്ക് കാണാൻ കഴിയും, മറ്റൊരു ഇന്ദ്രിയമാണ് ഭാവനാശക്തി. നമ്മുടെ ഭാവനയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വിശുദ്ധ കുർബാന എന്ന ആരാധനയിലൂടെ നമ്മുടെ ഭാവനയെ വിശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയാണ് കാഴ്ചയിലൂടെ വിശുദ്ധ കുർബാന എന്ന ആരാധനയിൽ ഇതാ പുരോഹിതനർപ്പിക്കുന്ന ബലി, കൗദാശികമായ ബലി, അത് നമ്മൾ കാണുന്നതിലൂടെ നമ്മുടെ ഭാവന വ്യത്യാസപ്പെടുകയാണ്. അതുകൊണ്ട്
നമ്മുടെ ഭാവനയിൽ എപ്പോഴും തെളിഞ്ഞു വരേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു ബലിയായിത്തീർന്നു. ആ കുരിശിൻ്റെ സ്മരണ ഭാവനയിൽ നമ്മളെപ്പോഴും തെളിയിക്കുന്നുവെങ്കിൽ നമ്മുടെ ഭാവനകൾ അശുദ്ധ ചിന്തകൾ കൊണ്ട് നിറയാതെ നമ്മുടെ ഭാവനയെ കാത്തു സൂക്ഷിക്കാനായിട്ട് അതിനിടയായിത്തീരും. അതുകൊണ്ടാണ് ഇതാ കൂടെ ബലിയർപ്പിക്കുക. വിശുദ്ധ കുർബാന അടുത്തടുത്ത് കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുന്നതിലൂടെ, കുർബാന കാണുന്നതിലൂടെ നമ്മുടെ ഭാവനയെ വിശുദ്ധീകരിക്കാനായിട്ട് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിത്യവും ബലിയർപ്പിക്കുന്ന ധാരാളം ആളുകൾ ഈ കാലങ്ങളിലുണ്ട്. തീർച്ചയായിട്ടും നിത്യബലി അർപ്പിക്കുന്ന, എല്ലാ ദിവസവും വിശുദ്ധ ബലിയർപ്പിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ഭാവന അത് പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടാനായിട്ട്, നമ്മളറിയാതെ തന്നെ വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ 3 കാര്യങ്ങൾ ചിന്തിച്ചു: ചിന്താശക്തി, ഓർമ്മശക്തി, ഭാവനാശക്തി. വീണ്ടും ഇച്ഛാശക്തിയെ നമ്മൾ വിശുദ്ധീകരിക്കാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ ഇച്ഛാശക്തിയെ നമ്മളിപ്പോൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? പലപ്പോഴും ഭൗതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന മോട്ടിവേഷണൽ സ്പീക്കുകളിലൊക്കെ പഠനങ്ങളിലെ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതാ നമ്മുടെ ഇച്ഛാശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വൻ കാര്യങ്ങൾ നേടാനായിട്ട് സാധിക്കുമെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ഒരു പക്ഷേ ലോകപ്രകാരം അത് ശരിയായിരിക്കാം. എന്നാൽ വിശുദ്ധ കുർബാനയിൽ ഇച്ഛാശക്തിയെ നമ്മൾ ഉപയോഗിക്കുന്നത് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല. ആ ഇച്ഛാശക്തിയെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും പാപത്തിൽ നിന്ന് നമ്മൾ വിടുതൽ നേടാൻ വേണ്ടിയാണ്. എനിക്ക് പാപത്തിൽ നിന്ന് വിടുതൽ നേടാനായിട്ട് ഒരു ഇച്ഛാശക്തി ഉണ്ടാകണം. നമ്മുടെ ഇച്ഛാശക്തി, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഇച്ഛാശക്തിയെ നമ്മൾ ഉപയോഗിക്കേണ്ടത് അങ്ങനെയാണ്. പാപത്തിൽ നിന്ന് നമ്മൾ മോചനം നേടുക. അതുകൊണ്ടാണ് ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമ്മുടെ അധ്വാനം, നമ്മുടെ ഭാരം എന്ന് പറയുന്നത് പാപത്തിൻ്റെ ഭാരം ചുമക്കുന്നവരാണ് നമ്മൾ. അതുപോലെ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവരാണ് നമ്മൾ. അവരെയാണ് ഞാൻ ആശ്വസിപ്പിക്കാം. എന്നിൽ നിന്ന് പഠിക്കുവിൻ, ഞാൻ സൗമ്യതയുള്ളവനാണ്, എൻ്റെ മുഖം മൃദുവാണ്, ചുമട് ലഘുവാണ് എന്ന് 29-30 വാക്യങ്ങളിൽ നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവാകുന്ന മുഖം നമ്മുടെ മേൽ വെച്ച് തരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും നമ്മളുടെ ഇച്ഛാശക്തിയെ ബലപ്പെടുത്തിയെടുക്കണം. അത് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് പാപത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും പാപസാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുമുള്ള ഇച്ഛാശക്തി നമ്മൾ ബലപ്പെടുന്നുവെങ്കിൽ ഭൗതികമായ നന്മകൾ അതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ നിങ്ങളുടെ ഇടയിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും എന്ന് പഴയ നിയമത്തിൽ ജോഷു എന്ന പ്രവാചകനിലൂടെ ഇത് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, ഇത് മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളവ കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാന എന്ന ആരാധനയിലൂടെ നമ്മുടെ ഇച്ഛാശക്തിയെ നമ്മൾ വളർത്തിയെടുക്കണം, വികസിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. പാപത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയാണ് ആ ഇച്ഛാശക്തിയെ നമ്മൾ വികസിപ്പിച്ചെടുക്കേണ്ടത്. 5-ാമത്തെ ആത്മാവിൻ്റെ ഇന്ദ്രിയം എന്ന് പറയുന്നത് ബുദ്ധിശക്തിയാണ്. നമുക്കറിയാം, ബുദ്ധിശക്തി ഉപയോഗിച്ചാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അത് ഹ്യൂമൻ ഇൻ്റലിജൻസാണ്. ഹ്യൂമൻ ഇൻ്റലിജൻസിനെ ആത്മീയ ഇൻ്റലിജൻസായി, സ്പിരിച്വൽ ഇൻ്റലിജൻസായിട്ട് രൂപാന്തരപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് വിശുദ്ധ കുർബാന എന്ന ആരാധനയിലൂടെ സ്ഥാപിക്കുന്നത്. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി, വളരെ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ വിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ ബുദ്ധിശക്തി ഇതാ സ്പിരിച്വൽ ഇൻ്റലിജൻസായിട്ട് മാറുന്നു, ആത്മീയമായ ബുദ്ധിശക്തിയായിട്ട് മാറുന്നു. കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ് ആത്മീയമായ ബുദ്ധിശക്തി എന്ന് പറയുന്നത്? ആത്മീയമായ ബുദ്ധിശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ദൈവബന്ധത്തെ സ്ഥാപിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ലോകപരമായ ബുദ്ധി ലോകത്തിൽ ഒരു മനുഷ്യനെ ഉന്നതനാക്കുന്നുവെങ്കിൽ ആത്മീയമായ ബുദ്ധിയുള്ളവൻ ദൈവത്തെ കണ്ടെത്തുന്നു. ബുദ്ധിയുള്ളവൻ അവൻ്റെ ആലോചനയിൽ, അവൻ്റെ ഭാവനയിൽ, അവൻ്റെ ചിന്താശക്തിയിൽ ദൈവബന്ധത്തെക്കുറിച്ച് അവൻ രൂപകൽപ്പന ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ബുദ്ധിയെ ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ലോകത്തിൻ്റെ ബുദ്ധി അത് അന്ധകാരത്തിൻ്റെ ബുദ്ധിയായിട്ട് മാറാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ലോകപ്രകാരമുള്ള വിജ്ഞാനങ്ങളെക്കാൾ കൂടുതലായി പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ യേശു ക്രിസ്തുവിനെക്കുറിച്ച് മാത്രം അറിവുള്ളവനായിരിക്കാൻ ആഗ്രഹിച്ചുവെന്ന് കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ അസന്നിഗ്ധമായിട്ട് പറയുകയാണ്. ഞാൻ യേശു ക്രിസ്തുവിനെക്കുറിച്ച് മാത്രം അറിയാനായിട്ട് ആഗ്രഹിച്ചുവെന്ന്. പ്രിയമുള്ളവരെ, കർത്താവിനെ അറിയുക എന്നുള്ളത് തന്നെ ഒരു ബുദ്ധിപരമായ കാര്യമാണ്. അത് ഒരു സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചാണ് നമ്മൾ കർത്താവിനെ തിരിച്ചറിയേണ്ടത്. കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുവാനായിട്ട് അത് ഇടയായിത്തീരും. ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നതിലൂടെ ഈ ഇൻ്റലിജൻസിനെ വികസിപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്,
നിങ്ങളെ യഥാർത്ഥത്തിൽ നിങ്ങളും വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ചു എന്ന് കർത്താവ് പറയുകയാണ്. വീണ്ടും ഇതാ ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലും അതുപോലെ 7-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇതാ നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇച്ഛിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന്. അപ്പോൾ വചനത്തെ നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വിചാരങ്ങളെയും വികാരങ്ങളെയും വിശുദ്ധീകരിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ബുദ്ധിയെ വികസിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ബുദ്ധിശക്തി നമ്മൾ ഉപയോഗിക്കേണ്ടത് ലോകപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് പോലെ അതിനേക്കാൾ കൂടുതലായി നമ്മുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച് വചനത്തെ സ്വാംശീകരിക്കുവാനും വചനത്തിൽ നിന്ന് പഠിക്കുവാനും വചനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവിക മർമ്മങ്ങളെ ഗ്രഹിക്കുവാനുമായിട്ട് നമുക്ക് സാധിക്കണം. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യത്തിൽ 44-45 വാക്യങ്ങളിൽ നമ്മൾ ഒരു കാര്യം കാണുന്നുണ്ട്. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് ദൈവം അവരുടെ ഹൃദയത്തെ തുറന്നു, അവരുടെ ബുദ്ധിയെ തുറന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആ പശ്ചാത്തലം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ അന്ന് 2 ശിഷ്യന്മാർ ഇതാ എമാവുസ് എന്ന കുഗ്രാമത്തിലേക്ക് ഒളിച്ചു പോകുമ്പോൾ യേശു അവരുടെ കൂടെ ചേർന്നു. അവർക്ക് തിരുവെഴുത്തുകൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തപ്പോൾ അവർ യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു. അപ്പോൾ വിശുദ്ധ കുർബാനയിലൂടെയാണ് കർത്താവിൻ്റെ സാന്നിധ്യം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. അതിനുശേഷം ഇതാ കർത്താവ് അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 44-45 വാക്യങ്ങളിൽ തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് ദൈവം അവരുടെ ഹൃദയത്തെ അവരുടെ ബുദ്ധിയെ തുറന്നു എന്ന്. അപ്പോൾ ദൈവം നമ്മുടെ ബുദ്ധിയെ തുറക്കണം, നമ്മുടെ ഹൃദയത്തെ തുറക്കണം, എങ്കിൽ മാത്രമേ തിരുവചനത്തെ രഹസ്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. പൗലോസ് ശ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതാ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കാൻ ഇഷ്ടമില്ലാത്തതിനാൽ ദൈവം അവരെ അധമ വികാരങ്ങൾക്കായിട്ട് വിട്ടുകൊടുത്തു എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അധമ വികാരങ്ങൾ നമ്മളെ ഭരിക്കുന്നത്, അകമേയുള്ള നമ്മുടെ ആത്മാവിൻ്റെ ഇന്ദ്രിയങ്ങൾ അശുദ്ധമായിത്തീരുന്നത് പ്രധാനമായിട്ടും ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോകുന്നത് മുഖാന്തരമാണ്. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കാത്തത് മുഖാന്തരമായിട്ട് അധമ വികാരങ്ങൾ നമ്മളെ ഭരിക്കാനിടയായി തീരുമെന്ന് പൗലോസ് ശ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 24 വാക്യത്തിൽ നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഇതാ നമ്മുടെ വികാരങ്ങളെ വിശുദ്ധീകരിക്കുക, അകമയുള്ള ഇന്ദ്രിയങ്ങളെ എല്ലാം തന്നെ വിശുദ്ധീകരിക്കുന്നതിന് ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുക. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന എന്ന ആരാധനയിൽ ഏതാണ്ട് 9ഓളം വായനകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. തിരുവചനത്തിൽ നിന്നുള്ള 9ഓളം വായനകൾ വിശുദ്ധ കുർബാനയിലുണ്ട്. 3 എവങ്കേലിയനുകൾ വായിക്കപ്പെടുന്നു, സന്ധ്യയുടെയും പ്രഭാതത്തിൻ്റെയും വിശുദ്ധ കുർബാനയുടെയും എവങ്കേലിയനുകൾ. അതുപോലെ 2 അല്ലെങ്കിൽ 3 പഴയ നിയമ വായനകൾ വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കുന്നതിന് മുമ്പ് വായിക്കുന്നുണ്ട്. പരസ്യമായിട്ട് വിശുദ്ധ കുർബാന ആരംഭിച്ചതിന് ശേഷം ഇതാ മദ്ബഹായുടെ 2 വശങ്ങളിലായിട്ട് ശ്ലീഹ നടപടിക്രമങ്ങളുടെ പുസ്തകത്തിൽ നിന്നും അതുപോലെ പൊതുവിലുള്ള ലേഖനത്തിൽ നിന്നും വായിക്കുന്നു, പുതിയ നിയമത്തിൽ നിന്നും. പിന്നീട് ഇതാ പരിശുദ്ധ എവങ്കേലിയൻ സുവിശേഷത്തിൽ നിന്ന് പുരോഹിതൻ തന്നെ വായിക്കുകയും ചെയ്യുന്നു. അതോടെ തിരുവചനങ്ങൾ മാറ്റപ്പെടുകയാണ്. പിന്നീട് തിരുവചനങ്ങൾ വിശുദ്ധ കുർബാനയിൽ വായിക്കപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്, വചനം മാറ്റുന്നതിന് മുമ്പ് വിശുദ്ധ കുർബാനയിൽ വരണം എന്ന്. വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഒരു വചനമെങ്കിലും നമ്മൾ കേൾക്കാനിടയാകണം. അതുകൊണ്ടാണ് വിശുദ്ധ ഏവെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ പിന്നെ വചനം വായിക്കുന്നില്ല. വിശുദ്ധ കുർബാനയിൽ ഉദാശ വചനങ്ങളും പ്രാർത്ഥനകളുമൊക്കെയാണുള്ളത്. അതുകൊണ്ട് വചനം മാറ്റുന്നതിന് മുമ്പ് വിശുദ്ധ കുർബാനയ്ക്ക് വരണം എന്ന് പറയുന്നുണ്ട്. വചനം തുടങ്ങുമ്പോൾ തന്നെ വിശുദ്ധ കുർബാനയിൽ വരികയാണെങ്കിൽ ഏറ്റവും അനുഗ്രഹകരമായിരിക്കും. പഴയ നിയമം വായിക്കുമ്പോൾ മുതൽ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനിടയാകണം. അതുപോലെ ഓരോ കൂദാശകളിലും നിരവധിയായ വചനങ്ങൾ വായിക്കപ്പെടുകയാണ്, വചനഭാഗങ്ങൾ വായിക്കപ്പെടുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണല്ലോ പെന്തക്കോസ്തി ശുശ്രൂഷ. പെന്തക്കോസ്തി ശുശ്രൂഷയിൽ ഏതാണ്ട് 25ഓളം തിരുവചന ഭാഗങ്ങൾ ആ ശുശ്രൂഷയിൽ വായിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, പരിജ്ഞാനത്തിൽ ദൈവത്തെ ധരിക്കുവാനായിട്ട് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് സാധിക്കും. വിശുദ്ധ കുർബാനയിൽ വായിക്കപ്പെടുന്ന തിരുവചനങ്ങൾ ധ്യാനിച്ചുകൊണ്ടാണ് ഓരോ കുർബാനയും നമ്മൾ അനുഭവമാക്കി തീർക്കേണ്ടത്. ഓരോ കുർബാനയും വ്യത്യസ്തമാക്കുന്നതിലെ വ്യത്യസ്തമായ വായനകളാണ്. ഓരോ ആവശ്യത്തിന് വേണ്ടിയുള്ള വിശുദ്ധ കുർബാന അർപ്പണത്തിൽ ഇതാ വ്യത്യസ്തമായ തിരുവചന വായനകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. മരിച്ചവർക്ക് വേണ്ടി അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ നമുക്കറിയാം, ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം പ്രത്യേകിച്ച് അതിൻ്റെ 24-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നുണ്ട്. എൻ്റെ വചനം കേട്ട് എൻ്റെ അയച്ചു വിശ്വസിക്കുന്നവൻ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു.
അത് നിത്യജീവൻ്റെ അവകാശിയായി തീർന്നിരിക്കുന്നുവെന്ന വചനഭാഗം സുവിശേഷമാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാനയിൽ പ്രധാനമായിട്ട് വായിക്കപ്പെടുന്നത്. അതുപോലെ മരിച്ചവരെക്കുറിച്ചുള്ള പ്രത്യാശയെക്കുറിച്ചുള്ള തിരുവചനങ്ങൾ പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ നിന്നുള്ള വായനകളെല്ലാം അവിടെ ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ വ്യത്യസ്തമായ തിരുവചന ഭാഗങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വചനങ്ങൾ ധ്യാനിക്കുന്നതിലൂടെ ദൈവത്തെ പരിജ്ഞാനത്തിൽ നമ്മൾ ധരിക്കുകയാണ് ചെയ്യുന്നത്. അത് അനിവാര്യമായൊരു കാര്യമാണ്. അപ്പോൾ വചനവും കൂദാശയുമായിട്ടുള്ള ബന്ധത്തെ നമുക്ക് ഒരിക്കലും മാറ്റാനായിട്ട് സാധിക്കുകയില്ല. ഓരോ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും അവിടെ വായിക്കുന്ന വേദഭാഗങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഓരോ കൂദാശകളിലും വായിക്കപ്പെടുന്ന വചനങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഉദാഹരണത്തിന് വിശുദ്ധ വിവാഹ കൂദാശയിൽ എഫെസർക്ക് ലേഖനം 5-ാം അധ്യായം 22 മുതൽ 6-ാം അധ്യായം 4 വരെയുള്ള വാക്യങ്ങൾ സ്ലീഹാ വായനയായിട്ട് വായിക്കപ്പെടുന്നു. കുടുംബജീവിതത്തിൽ ഇതാ ഭാര്യമാരോട്, ഭർത്താക്കന്മാരോട്, മക്കളോട്, മാതാപിതാക്കന്മാരോടൊക്കെ പൗലോസ്ലീഹായുടെ ഉപദേശമാണ് അതിൽ എഴുതിയിരിക്കുന്നത്. വിവാഹ കൂദാശയുടെ എവൻഗേലിയൻ ഭാഗം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തരുത് എന്ന തിരുവചന ഭാഗം വായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഇതാ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുക എന്ന ഒരു ശുശ്രൂഷ, ഒരു ക്രമീകരണം ഓരോ കൂദാശകളിലും, പ്രത്യേകിച്ച് കൂദാശകളുടെ രാജ്ഞിയായ വിശുദ്ധ കുർബാനയിലും ഇതാ പിതാക്കന്മാരെ ക്രമീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ വിശുദ്ധീകരിക്കുന്നതിന് ഈ വചനങ്ങളും പ്രയോജനപ്പെടുന്നു. വചനം കേൾക്കുന്നതിലൂടെ നമ്മുടെ അകമേയുള്ള ഇന്ദ്രിയങ്ങളാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്. പുറമേയുള്ള ഇന്ദ്രിയമാകുന്ന കേൾവിയിലൂടെയാണ് നമ്മൾ അത് അകത്തേക്ക് ചെല്ലുന്നത്. അകത്ത് ചെല്ലുമ്പോൾ അത് അകമേയുള്ള ഇന്ദ്രിയങ്ങളെ വിശുദ്ധീകരിക്കുന്നില്ല എങ്കിൽ വചന കേൾവി നമുക്ക് പ്രയോജനപ്പെടുന്നില്ല. എങ്ങനെയാണ് വിശുദ്ധ കുർബാനയിലെ അകത്തെ ഇന്ദ്രിയങ്ങളെ വിശുദ്ധീകരിക്കപ്പെടുന്നത് എന്ന് നമ്മളെപ്പോഴും ഓർമ്മയിലിരിക്കേണ്ടതാണ്. അകത്തെ ഇന്ദ്രിയങ്ങളെക്കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം. അതായത് നമ്മൾ പറയുകയുണ്ടായി, ചിന്താശക്തി, ഓർമ്മശക്തി, ബുദ്ധിശക്തി, ഭാവനാശക്തി, അതുപോലെ ബുദ്ധിശക്തി, ഇത്രയും ഇന്ദ്രിയങ്ങൾ നമുക്കുണ്ട്. ആ ഇന്ദ്രിയങ്ങളെ വിശുദ്ധിയുള്ളതാണോ എന്ന് നമ്മൾ എപ്പോഴും ഓർമ്മയിലിരിക്കണം. ഓരോ വിശുദ്ധ കുർബാനയിലും ഈ ഇന്ദ്രിയങ്ങളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. നമ്മുടെ ചിന്താശക്തിയെ വിശുദ്ധീകരിച്ചാൽ മാത്രമേ നമുക്ക് അധമ ചിന്തകളിൽ നിന്ന് നമുക്ക് മോചനം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. അധമ ചിന്തകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന വ്യക്തികൾ ചെയ്യേണ്ട കാര്യം ഇതാണ്: വിശുദ്ധ കുർബാനയിൽ സജീവമായ പങ്കാളിത്തം ഉണ്ടാകണം. ആ കുർബാനയിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ ചിന്താശക്തിയെ, എൻ്റെ ഭാവനാശക്തിയെ, എൻ്റെ ബുദ്ധിശക്തിയെ, അതുപോലെ എൻ്റെ ഓർമ്മശക്തിയെ എല്ലാം അവിടുന്ന് വിശുദ്ധീകരിക്കണമേ എന്ന്. നമ്മുടെ ഓർമ്മകൾ, കൈപ്പേറിയ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം വ്യത്യസ്തമായി മാറുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്താനായിട്ട് തുടങ്ങും. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് കൈപ്പേറിയ ഓർമ്മകളാണ്, അശുദ്ധമായ ഓർമ്മകളാണ്. അപ്പോൾ നമ്മൾ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് രുചിക്കുന്നു, എന്ത് സ്പർശിക്കുന്നു, ഇത് പുറമേയുള്ള ഇന്ദ്രിയങ്ങളിലൂടെ ചെയ്യുന്നത് അകത്തെ ഇന്ദ്രിയത്തെ നമ്മൾ അറിയാതെ തന്നെ ബാധിക്കുകയാണ് ചെയ്യുന്നത്, അതിനെ സ്വാധീനിക്കുകയാണ് ചെയ്യുന്നത്. പുറമേയുള്ള ഇന്ദ്രിയങ്ങളെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പോരാ. അകമേയുള്ള ഇന്ദ്രിയങ്ങൾ പുറമേയുള്ള ഇന്ദ്രിയത്തെ അശുദ്ധമാക്കുന്നു, പുറമേയുള്ള ഇന്ദ്രിയങ്ങൾ അകമേയുള്ള ഇന്ദ്രിയങ്ങളെയും അശുദ്ധമാക്കുന്നു. ഇവ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ഈ ദശേന്ദ്രിയങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ് നമുക്കുണ്ടായിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. വിശുദ്ധ കുർബാന എന്ന ആരാധന ദശേന്ദ്രിയങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുന്നു. അതിനെക്കുറിച്ചുള്ള വളരെ ചുരുക്കമായ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഉയർപ്പ് ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന വ്യാഴാഴ്ചയുടെ പ്രഭാതത്തിൻ്റെയും സന്ധ്യയുടെയും പ്രമേയം സദറായിൽ സുറിയാനി പിതാക്കന്മാർ ദശേന്ദ്രിയങ്ങളെക്കുറിച്ച് മനോഹരമായി പ്രതിപാദിക്കുന്നുണ്ട്. അത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ആ ഭാഗങ്ങൾ, പ്രമേയം സദറകൾ വായിച്ച് ധ്യാനിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ വിശുദ്ധ കുർബാന ദശേന്ദ്രിയങ്ങളുടെ വിശുദ്ധീകരണത്തിനായി ഉപയോഗപ്പെടുവാനായിട്ട് ദൈവം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് അതിന് നമ്മളെ വഴി നടത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. Somebody